എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ എല്ലാവരെയും ഭദ്രമായിട്ട് കാത്ത് പരിപാലിച്ച് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ എൻ്റെ ഫാമിലിയുടെ എല്ലാ ന്യൂ ഇയർ ആശംസകളും നേരുന്നു. എല്ലാവരും സന്തോഷത്തോടിരിക്കുക. കാരണം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാലും നമുക്കത് കുറവാണ്. കാരണം ഈ നിമിഷം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെയും ആ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ തന്നെ ഒരവസരം ദൈവം ഒരുക്കി തന്നത്. 2025 എൻ്റെ പ്രിയപ്പെട്ടവർക്കും നമുക്കെല്ലാവർക്കും ദൈവം ശാന്തിയും സമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സംഭവമാവുന്ന ഈ ദേശത്ത് പല പല പ്രശ്നങ്ങൾ നടക്കുന്ന അന്യോന്യം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദേശത്തൊരു സമാധാനം വരാനായിട്ട്, നല്ലൊരു ഗവൺമെൻറ് നമുക്ക് വരാനായിട്ട്. കേരള ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും മോദി ഗവൺമെൻറ് ആണെങ്കിലും എല്ലാ മേലധികാരികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം. കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലേ. നമ്മുടെ ദേശത്തെല്ലാം നമ്മളെല്ലാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമ്മൾ പാർക്കുന്ന ദേശം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കണം. ആ ദേശത്തെ ദൈവം കാത്തു പരിപാലിക്കും. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പം എല്ലാം ദേശവും ആവും. എനിക്കിതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കെല്ലാവർക്കും അന്യോന്യം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ വൈകിട്ട് റീച്ചാൻ വന്നിട്ടില്ല ജോലി കഴിഞ്ഞിട്ട്. പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിൽ പോയാന്ന്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞങ്ങളന്ന് ക്യാമ്പ് മീറ്റിങ്ങിന് പോകുന്നതിൻ്റെ തലേന്നത്തെ ദിവസം ഞാൻ പറഞ്ഞൊരു ബീഫ് കറി ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അന്ന് അതിരി കട്ടിങ്ങും ഇതൊക്കെ ഉള്ളതായതുകൊണ്ട് അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ആ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇടുന്നുണ്ട്. നമ്മുടെ ഞാൻ സൺഡേയിൽ കാണിക്കത്തില്ലേ, നല്ലൊരു പ്രതീതി. അത് കേരളത്തിൻ്റെ ഒരു മിനിറ്റ് പോളിൻ്റെ ഫോണായിരുന്നു. അപ്പോൾ ചേട്ടനും അനിയനോട് പതിവില്ലാതെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോയി. അപ്പോൾ വന്ന് അപ്പോൾ ചേട്ടനും അനിയനോട് കൂടെ ഇനി വന്നേ വീണ് കാല് മുറിഞ്ഞിട്ട് വന്നേക്കുക. അപ്പോൾ പോള് ഫോൺ ചെയ്ത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോളിൻ്റെ ഫോണാണ് വന്നത്. മമ്മി പ്രൈസ് ഞാൻ ഇവനോട് പോകാൻ തന്നെ പറഞ്ഞു. ഫുട്ബോളല്ലേ കളിച്ചല്ലേ, പിന്നെന്തോ കളിച്ചേ? ബാസ്കറ്റ് ബോൾ കളിച്ചു. ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടേ ബോളിൻ്റെ പുറകെ ഓടി. പോള് അഡ്വാൻസ് വിളിച്ച് പറഞ്ഞ് മമ്മി അവനെ വഴക്ക് പറയല്ലേ, അവൻ അന്നേരം തൊട്ട് കരയാറായി ഇരിക്കുക, മമ്മി എന്നെ ഇനിയും വിടത്തില്ല, മമ്മി പറഞ്ഞാ ബോള് കളിക്കല്ലെന്ന്. അതുകൊണ്ട് മൂത്ത ആൾ വിളിച്ച് പറഞ്ഞ് മമ്മി ഒന്നും അവനെ പറയല്, താഴെ വിടല്ലെന്ന്. അവൻ ഇപ്പം കരയുന്ന മട്ടില്ല. കഴിഞ്ഞ ദിവസം ഒന്ന് വീണ്. ഇവൻ എനിക്കറിയത്തില്ല ഇവരെ കാലുറച്ചിട്ടില്ലോന്ന്. ഇവൻ എപ്പോൾ പോയാലും താഴെ പോയാലും ഒന്ന് വീണിട്ടേ വരും. മുട്ടൊരഞ്ഞ് അത് മുട്ടിലൊക്കെ, ഈ മുട്ടൊക്കെ ആകുമ്പോൾ നല്ല വേദനയല്ലേ, മുട്ടിൻ്റെ തൊലി അതും പോയത്. അതൊന്ന് കരിഞ്ഞു വന്നേ ഉള്ളൂ. അതിൽ തന്നെ കൊണ്ടത്. മതിയായോ കളിച്ചിട്ട്? അതോ ഇനി ഒന്നുകൂടെ പോന്നോ? കുളിച്ചത് അവൻ ഒന്നുകൂടെ ദേഹം തല കഴുകണ്ട. ദിക്കാ കാല് കൊള്ളാം. ഇതിന് എത്ര ദിവസം എടുക്കൂടാ? മമ്മി വിടുന്നതിന്റെ അല്ല, എന്തോ ഉണ്ടായാലും പറയണം വന്ന് കേട്ടോ. അങ്ങനൊന്നുമില്ല, പറയാനുള്ളത് പറയണം. നീ പപ്പായ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോ? പപ്പ എന്താ പറഞ്ഞു? പോയി അവിടെ പോയി ഇരി. ഡ്രസ്സൊക്കെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക. അതിന്റെ കാല് വയ്യ. കാല് വയ്യ. താന്റെ കാലിന്റെ അവിടെ എല്ലാം മണ്ണ്, അതൊന്ന് തുടച്ചു കൊടു. വെള്ളം ഒഴിക്കണ്ട, നീറും അവന്. ഇച്ചിരി ഇത്തിരി ബിറ്റാഡിനൊക്കെ ഒഴിച്ചാൽ
അങ്ങനെ പിന്നെ എന്തുവാ പിന്നെ ഞങ്ങൾ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ കുറച്ച് വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പേടിച്ചിരിക്കുക, ഞാൻ കളിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഇവനെപ്പോൾ പോയാലും വീണിട്ടാ വരുന്നത്. എന്തോ ചെയ്യാൻ, അവൻ ഇപ്പം അങ്ങോട്ട് കരിഞ്ഞ് വന്നതേ ഉള്ളൂ. അത് തന്നെ അവന് വേദനയുണ്ട്, അവൻ കടിച്ചമർത്തിയിരിക്കും. അത് നമ്മൾ പിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് പേടിച്ച്. ഒരിക്കലും പതിവില്ലാത്തോടെ ചേട്ടൻ കൊണ്ടുപോയ ഇന്ന് ഗ്രൗണ്ടിൽ, BMC ഗ്രൗണ്ടിൽ. സോപ്പിടണ്ട, അത് സാരമില്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇരുന്ന വൈറ്റ് ബ്ലാക്ക് മൊത്തം പോയി, അതാ ഇത്രയും വേദന. सामने ഇങ്ങനെ പിടിച്ച് दोनों हाथ से ഇവിടെ കൂടെ अच्छे से पकड़, वरना लूज हो जाएगा, फिर कुछ मतलब नहीं है. पकड़ अच्छे से रईसान, तेरे को बोल रहा हूँ. पकड़ा मैं अभी. നീർന്നോടാ? വേദനയുണ്ടോ? क्यों कर रहा है? थोड़ा दर्द हो रहा है, इतना जोर का, थोड़ा जोर का प्रेस करो तो. मोना बड़ा नकड़ा. വിട്. कितना महीने के लिए या फिर कितना साल के लिए? कितना साल के लिए कुछ नहीं है. നിക്കട്ടെ, തുടങ്ങട്ടെ. ഇച്ചിരി ഒന്ന് അടങ്ങിയിരിങ്ങനെ. കാല് മൂത്ത് വെച്ച് सामने से बांधो. ഇങ്ങനെ ഒട്ടിക്കാനോ? കാല് നൂത്ത് വെച്ചിരി. कितना നടക്കുന്നുണ്ടെ അത് മുട്ടായോണ്ട്. अब मेरे को काम करना पड़ेगा. മുട്ട എന്തോ നീ ചെയ്യുന്നതല്ലെങ്കിൽ सब प्रेशन करता है ना. എന്തോ ചെയ്യും പ്രൈസൻ? प्रेशन मेरा काम सब करता है ना. ഇത് ഒട്ടത്തില്ല ഇവിടെ മുട്ട്. പോയിരുന്നോ ഇവിടത്ത്. बेंड कर सकते ना? निकलेगा नहीं. तो डरा था कि कोई बच्चा बेचारा भी आपको मुड़ने का वो बताएगा भी नहीं. अभी मम्मी तो तुम एडवाइस देता है. Yes, as expected. ഇങ്ങനെയാണോ ഒരു കൊച്ചിനെ വെറുതെ പേടിപ്പിക്കുന്നേ? ഇങ്ങനെ പേടിപ്പിക്കണ്ട. പേടിപ്പിച്ചാൽ അവന് വേദന ഒക്കെ ഇല്ല. അമ്മയുടെ പേടി കൊണ്ട് അവൻ ആ വേദനയൊക്കെ ചില്ലായിക്കുന്നേ. പേടിച്ച് മൂത്രം വെച്ചത്. പാവം ചെറുക്കൻ കുട്ടി മോളെ പറഞ്ഞു പറഞ്ഞ അവനെ നോടുക. ബാഗ് എടുത്ത് നോക്കടാ. किधर? ഒന്നുകൂടെ പോയി ബാസ്കറ്റ് ബോൾ കളിച്ചിട്ടോ. ഞാനിപ്പോ എഡിറ്റ് ചെയ്യാൻ പോവാ. ഗിത്താറൊന്നും എടുത്ത് സൗണ്ട് ഉണ്ടാക്കണ്ട. ദുപ്പേർ കൊന്നു. എനിക്കിപ്പോ എഡിറ്റിംഗ് ചെയ്യണ്ടേ? എനിക്ക് വേറെ ജോലിയുണ്ട്. പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട്. വേണ്ട. ये वीडियो मत लेना प्लीज, मेरे को थोड़ा अजीब लगता है.
സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അന്നേരം പ്രൈസനെ ഒന്ന് അവൻ്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആക്കാൻ വേണ്ടി പോൾമോൻ പറഞ്ഞു, അപ്പോൾ അമ്മക്ക് പാട്ട് ഗിത്താറൊക്കെ എടുത്തിട്ട് പാട്ട് ഉച്ചയ്ക്ക് ഇവന്മാർ പ്ലാൻ ചെയ്തായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ഉച്ചയ്ക്ക് രണ്ടും കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര, ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര കളിയും ബഹളവും ആയിരുന്നെന്ന്. അപ്പോൾ ഇവന്മാർ ഇതൊക്കെ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല, വൈകിട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഇവൻ്റെ പോളിൻ്റെ ഫോൺ വരുന്നതും പിന്നെ അതങ്ങ് കണ്ടിട്ട് ഞാൻ കുറേ ആദ്യം ഞാൻ ഈ വീഡിയോ ലെങ്ത് ആവുകയാണെങ്കിൽ ഞാൻ മീറ്റിങ്ങിൻ്റെ ഇതങ്ങ് കട്ട് ചെയ്യുമേ, അത് പിന്നിടാന്ന് വെച്ചു. ഈ ബീഫ് കറിയുടെയും ഇത്രയും, കാരണം കൊച്ചുങ്ങളുടെ ഇത്രയും അത് കഴിഞ്ഞ് ഇവർ ഗിത്താറൊന്നും പഠിച്ചിട്ടില്ല രണ്ടുപേരും. പോളുമോൻ കുറച്ച് ഓൺലൈൻ വഴി നോക്കി കുറച്ച് അങ്ങനെ പഠിച്ചതാ. കൊച്ച് അല്ലാതെ തന്നെ അവൻ്റെ ട്യൂണിട്ടടിച്ചതാ അത് ഡ്രം. അപ്പം ഇവൻ ഇങ്ങനെ ഇരുന്ന് ഗിത്താർ അടിച്ച് അവൻ പറഞ്ഞ മമ്മി വീഡിയോ എടുക്കല്ലേ, എൻ്റെ ട്യൂണൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ. ഞാൻ പക്ഷേ അങ്ങ് വെറുതെ എടുത്തു. അപ്പോൾ അപ്പച്ചനും ഇട്ടിരുന്ന് പാടാൻ തുടങ്ങി. പിന്നെ വേറൊരു പാട്ടിട്ടാണ് അവന്മാർക്ക് ആ ട്യൂൺ അറിയത്തത്. അപ്പം ഞാൻ അതൊന്ന് പാടി കൊടുത്തതാണ്. അപ്പോൾ ആരും ഒന്നും പറയല്ല, ഇവർക്ക് ഗിത്താർ വായിക്കാനൊന്നും അറിയത്തില്ലെന്ന്. അവർക്ക് അറിയത്തില്ല, വെറുതെ അവന്മാരിരുന്ന് ഒന്ന് ട്യൂണിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് അടിച്ചാണ് ഞാനൊന്ന് പോയി എടുത്തതാണ്. അപ്പം പോളിന് വിഷമമായിപ്പോയി, കൊച്ചവൻ ഇതായിപ്പോയത്. അടിയും ബഹളമൊക്കെ കൂടുമെങ്കിലും അവനെന്തെങ്കിലും എന്നാൽ വീണ്ടും പോള് വന്നിട്ട് പിന്നെ 8 മണിയാണ് ബാഡ്മിൻ്റൺ കളിക്കാൻ പോയായിരുന്നു. എന്നിട്ടിപ്പോൾ വന്നെന്ന് തോന്നുന്നു. ഇപ്പം സമയം 9:30 അപ്പം ഞാൻ ഈ ബീഫ് കറിക്ക് വേണ്ടി ഒരു 2 കിലോ ബീഫുണ്ട്. അതിലേക്ക് ഞാനൊരു 3-4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നന്നായി അങ്ങ് ആ അമ്മിക്കല്ലിലിട്ട് നന്നായി ചതച്ചെന്നെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5-6 സവാള അരിഞ്ഞതും 2 വലിയ ടൊമാറ്റോയും ഒരു കുടം വെളുത്തുള്ളി അതെല്ലാം കൂടെ ഒന്ന് വഴട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഉപ്പിട്ട്. എന്നിട്ട് ബീഫിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് തിരുമ്മിയിട്ട് ഒരു 6-7 വിസിലടിച്ചൊന്ന് എടുക്കട്ടെ. അപ്പോൾ ഈ സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നു. അതിലേക്ക് ഇപ്പം ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മിക്സ് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഞാൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എരിവിനനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ കുറച്ച് ചേർക്കുകയെന്നതിൽ അങ്ങനെ ചേർത്താൽ മതിയോ. ഇപ്പം കാശ്മീരി ഇല്ല, സാധാ മുളക് പൊടി മാത്രമാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട കേട്ടോ, കുരുമുളകിൻ്റെയൊക്കെ എരിവുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ മൂപ്പിച്ച് ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി ഒരു 2 പിഞ്ച് ഒരു ടീസ്പൂൺ നിറച്ച് കാണത്തില്ല കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൂത്ത മസാലയിലേക്ക് നമുക്ക് വേവിച്ച ബീഫ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 6-7 വിസിലടിച്ചെടുത്തു. ബീഫ് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഈ മസാല കിടന്ന് അതൊന്ന് തിളച്ചതിന് ശേഷം ഈ കുറച്ചിട്ട് നന്നായി അതിൽ കിടന്ന് വേവണം. അന്നേരം ആ കഷ്ണങ്ങളിലൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കും. അതൊന്ന് തിളച്ച് വരട്ടെ. ഞാനൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇവിടെ നന്നായി വേവണം ഇവർക്കൊക്കെ. ഇവിടെ പിള്ളേർക്ക് ബീഫിനേക്കാൾ ഇഷ്ടം ചിക്കനാണ്. ഇവിടെ എനിക്കും ഇഷ്ടം ബീഫാണ്, റേച്ചാനും ഇഷ്ടം ബീഫാണ്. എന്നിട്ട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളച്ച് അതൊന്ന് ചെറിയ തീയിൽ കിടന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അബദ്ധം പറ്റിപ്പോയത്. ആദ്യം തേങ്ങാക്കൊത്ത് വറക്കാനായിട്ടാണ് ഞാൻ ഇത്രയും
ഓയിലൊഴിച്ച് ചെയ്ത്. പക്ഷേ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ കടുക് ഇടുന്ന ഓർമ്മയല്ലേ, അപ്പം ഞാൻ കടുക് അങ്ങിട്ട് പോയി. ഒരു 2 ടീസ്പൂൺ. ചിലർ ബീഫിന് ചില സ്ഥലങ്ങളിൽ കടുക് വറക്കാറില്ല, പക്ഷേ ഞങ്ങൾ വറക്കും. അമ്മയാണെങ്കിൽ നന്നായിട്ട് കടുകും ചേർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കടുകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഞാൻ പറഞ്ഞില്ലേ തേങ്ങാക്കൊത്തായിരുന്നു ഇടണ്ടിയെന്ന്, പിന്നെ സൈഡിലോട്ട് തേങ്ങാക്കൊത്തോട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാനൊന്ന് കഴുകിയിട്ട് ഇങ്ങനെ അരിപ്പയ്ക്കകത്ത് വെച്ച് ആ വെള്ളം ഒന്ന് വാലാനായിട്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഈ കഴത്തി ഉടനെ അതിൻ്റെ അകത്ത് ഈ നാരൊക്കെ ഇച്ചിരി അതിൻ്റെ ഇത്തിരി ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് കഴുകിയിട്ട് ആ വെള്ളം വാലാനായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നു, ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം കൊച്ചുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത് കൊച്ചുള്ളിയാണ് ഇത് വറക്കുമ്പം. അപ്പോൾ എൻ്റെ കയ്യിൽ കൊച്ചുള്ളിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഇത് നമ്മൾ ഈ കടുക് വറക്കുന്ന സമയത്ത് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ കീറി ഇട്ട് നമ്മൾ ഈ വറുത്തിട്ട് ബീഫിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഞാൻ കണ്ട് ഇത്രയും വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ അത്രയും ഇഞ്ചി, അതെല്ലാം കൂടി ഇട്ടൊന്ന് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതാണ്. ഞാൻ പക്ഷേ അങ്ങനെ ഒഴിച്ചില്ല, ഹെൽത്ത് നമ്മൾ നോക്കുന്നുണ്ട് ഇച്ചിരി കേട്ടോ. അതുകൊണ്ട് അതും ഹെൽത്തെന്നും പറയാം, വിലയെന്നും പറയാം. അപ്പം ഞാൻ അങ്ങനെ അതിൻ്റെ അകത്തിട്ട് നന്നായി വഴറ്റിയിട്ട് നമ്മുടെ ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ട് ബീഫ് ഇനിയും ഇച്ചിരിയും കൂടെ ഇരുന്ന് ഇപ്പോൾ ചൂടോടിരിക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഒത്തിരിയും കൂടെ ഒന്ന് ഒന്ന് ഡ്രൈ ആയിക്കോളും, ഒന്ന് തിക്കായിക്കോളും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ആണെങ്കിലും എനിക്ക് നാട്ടിലത്തെ ബീഫാണ് ഇഷ്ടം. ഇവിടുത്തെ എത്ര ആണെങ്കിലും അങ്ങോട്ട് ഇച്ചിരി എല്ലിൻ്റെ അകത്തൂടൊക്കെ ഇച്ചിരി എല്ലൊക്കെയുള്ള ബീഫ് കഴിക്കാനേ എനിക്കിഷ്ടം. ഇവിടെ ഇവർക്കൊന്നും അതിഷ്ടമല്ല. അപ്പോൾ ലിവർ ഇച്ചിരി സെപ്പറേറ്റ്, ഇവിടെ ലിവർ ഇവർക്കാർക്കും ഇതിലിട്ടാലും തപ്പി ഞാൻ എടുക്കത്തേ ഉള്ളൂ, ഇവർക്കാർക്കും ഇഷ്ടമല്ല. നേരത്തെ ഈ പോൾമോനൊന്നും ഇതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്ത് കഴിക്കത്തില്ലായിരുന്നു, ഇപ്പം പക്ഷേ കുഴപ്പമില്ല, തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കഴിക്കും അവർ. അപ്പോൾ ഇനിയും കാണിക്കുന്നത് നമ്മുടെ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേയിലുള്ള ഇതാ. ഞങ്ങളൊരു 7:45 അവിടെ എത്തി. ഇപ്പോൾ എന്തിടാ റോഷൻ എന്തിടാ ഉറങ്ങിയിരിക്കുവന്നോ? ഇല്ല, ഇനി കഴിഞ്ഞ് ഇനി നിങ്ങൾക്കതൊന്നും കിട്ടത്തില്ല. ഇങ്ങോട്ട് നിൽക്കണം സോളമേ. അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം രജിസ്ട്രേഷനൊക്കെ ചെയ്യുമ്പം ഇവിടെ പോൾമോനൊക്കെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചാവി കൊടുത്തിട്ട് എല്ലാവരുടെയും റൂമിൻ്റെ ചാവി കൊടുക്കാനായിട്ടൊക്കെ ഇവരാ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും റൂം ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ടിങ് പ്രെയർ അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയില്ല. വയസ്സ് കൂടുതൽ ഡാഡിക്ക് ഫെബ്രുവരിയിൽ 88 വയസ്സാകും. അപ്പം ഡാഡി പ്രാർത്ഥിക്കുമ്പം പോൾമോൻ മൈക്ക് പിടിച്ചു കൊടുക്കുക. ഞാൻ വീഡിയോ ഒന്നും ഫുൾ എടുത്തിട്ടില്ല, ഇതൊന്ന് സ്റ്റാർട്ടിങ് എടുത്ത് ഡാഡി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് പിന്നെ ചെറിയ ചില ക്ലിപ്പുകളെ എടുത്തിട്ടുള്ളൂ. മീറ്റിങ്ങിന് നമ്മളങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ 11 മണിക്ക് 10:30 ബ്രേക്ക് ഉണ്ടായിരുന്നു, ടീ ടൈം. ആ സമയത്ത് ഇവർ വേഡ്സ് എഴുതിക്കൊണ്ട് പോയായിരുന്നല്ലോ, അത് അവിടെ ഒട്ടിക്കണമായിരുന്നു. അപ്പോൾ പ്രൈസമ്മോൻ്റെ ഇത് അവൻ്റെ അവിടെ താഴെ അതിൻ്റെ മുകളിൽ വേറെ പിള്ളേരുടെ നേരത്തെ ഒട്ടിച്ചായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഇവിടെ എടുത്ത് അങ്ങനെ എല്ലാവരും ഇവരൊക്കെ അറിയിച്ചാനൊക്കെ ആ സമയത്ത് ആ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ബ്രേക്ക് ടൈമിൽ ഇതൊക്കെ ഒട്ടിക്കുക. ഇവിടെ എല്ലായിടത്തും പിള്ളേരെല്ലായിടും ഒട്ടിച്ച് ബാക്കിയുള്ളതൊക്കെ ഇവരുടെ കയ്യിൽ കൊടുത്തത് ഇവരൊക്കെ ഇവിടെ നിന്ന് ഒട്ടിക്കുക, പോൾമോനും റേച്ചാനും ഒക്കെ. സിജു വരും യൂട്യൂബിൻ്റെ അകത്ത് കേട്ടോ, സിജു യൂട്യൂബിൽ വരും. സിജുവിനെ യൂട്യൂബിൽ കാണുമ്പോൾ കൊച്ചു പറയും ദാണ്ടാ പപ്പ. ആ ഒട്ടിക്കുന്ന പോൾമോൻ്റെയാണ്. ബാക്കി പിള്ളേരൊക്കെ കുട്ടികളൊക്കെ എഴുതിക്കൊണ്ട് വന്നേ അവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. സിജുവും ഫാമിലിയും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്, ഇപ്പം കാണാൻ തുടങ്ങിയതാണ്. അപ്പം മോളുണ്ട് അവൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൾ മുമ്പിൽ വന്ന് ഇങ്ങനെ ആടി ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കും. ഇപ്പോഴിത്തിരി നടക്കാൻ തുടങ്ങിയോണ്ട് അവൾ നിൽക്കത്തില്ല, എങ്ങും ഇരിക്കത്തില്ല. ഇപ്പോൾ 11 മണിക്കത്തെ ടീ ടൈം കഴിഞ്ഞാൽ പിന്നെ മീറ്റിംഗ് 11 മണിക്ക് തുടങ്ങും. എന്നിട്ട് പിന്നെ ഒരു
വരെ കാണും. അപ്പോൾ ഈ കണ്ടിന്യൂസ് എനിക്ക് 2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല, ഞാൻ പറഞ്ഞില്ല അന്ന് ആദ്യത്തെ ദിവസം വന്ന് എൻ്റെ ഈ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഒക്കെ അങ്ങ് പുകയായിരുന്നിരുന്നു ഇരുന്നേ. നമ്മളിവിടെ ഇപ്പം വീട്ടിലാണെങ്കിലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം വീട്ടിലാണെങ്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേദന വരുമ്പോൾ കുറച്ച് നേരം നടു ഇങ്ങനെ മറ്റേൽ പ്രസ് ചെയ്തിട്ട് കിടക്കുന്ന ഉടനെ ആ വീണ പിന്നെ എനിക്ക് ഇത്രയും പ്രശ്നം, ഇത്തിരി ആശ്വാസം കിട്ടും. അല്ല ചരിഞ്ഞ് കിടന്നാലും എനിക്ക് അത്രയും കിട്ടത്തില്ല. ആ നടു മെത്തയ്ക്ക് അങ്ങനെ അതിനു വേണ്ടിയുള്ള മെത്തയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അന്ന് ഓർത്തോ ഡോക്ടർ പറഞ്ഞു അതും പ്രകാരം മെത്ത വാങ്ങിച്ചേ. ഞാനിപ്പോൾ ഈ എടുത്ത വീഡിയോ ഉള്ളൂ. പിന്നെ ഞാൻ ടീ ടൈമിൽ എടുത്തു, അല്ലാതെ ഇടയ്ക്ക് അങ്ങനെ അവിടെയൊക്കെ എടുക്കത്തേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും എടുത്തത്. ഇതിപ്പം ടീ ടൈമിൽ വൈകിട്ടത്തെ 4 മണിക്കത്തെ ചായ സമയത്ത്, 4 മണിയല്ല 6 മണിക്കാന്ന് തോന്നുന്നു, ആ സമയത്തുള്ള ചായ സമയത്ത് അതിൻ്റെ കൂടെ ഈ അവലുണ്ടല്ലോ, അവൽ നന്നായി മുറുമുറായിരിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് കപ്പലണ്ടിയും പിന്നെ ഇച്ചിരി മധുരം പോലെ ഉണ്ട്, അതായിരുന്നു ചായയുടെ കൂടെ. ഞാൻ ചിന്തിച്ച് മലരാന്ന്, നമ്മുടെ ഈ പഫ് റൈസ് ഉണ്ടല്ലോ അതാണ് ചിന്തിച്ചു. പക്ഷേ അതല്ല. പിന്നെ ഇതെന്ന് പറയുന്നത് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ആദ്യത്തെ ദിവസം ഞാനും പ്രൈസം മോനും റേച്ചാനും ഇങ്ങ് വീട്ടിൽ വരുമായിരുന്നല്ലേ. അപ്പോൾ അവിടെ ഈ ക്രിസ്മസിനെല്ലാം അവിടെ അവർ ഈ അലങ്കരിച്ച് ഇട്ടത്, അത് ഞാൻ ഇച്ചിരി വീഡിയോ എടുത്തു. രാത്രിയിലായപ്പോൾ ലൈറ്റിങ് എല്ലാം ഇട്ടപ്പോൾ കാണാൻ നല്ല രസം. ഇപ്പം 8:35 ഞങ്ങൾ വരുക, പിന്നെ ഞങ്ങൾ ഓല പിടിച്ച് വരുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഉള്ള അത് ഞാൻ ഇച്ചിരി ആ അയ്യം മൊത്തം നല്ലതായിട്ട് സീനറി എടുത്ത് ഇട്ടേക്കും. റീസണൊക്കെ അങ്ങ് നല്ലൊരു അവരെവിടോ പിക്നിക്കിന് പോയ പ്രതീതിയായിരുന്നു, പിള്ളേരുമായിട്ടെല്ലാം ടൈം പാസ് ചെയ്ത്. എനിക്കിങ്ങനെ ഇരുന്നുള്ള പ്രശ്നമുള്ളൂ, അല്ലാതെ നല്ല 3 ദിവസം എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അതുപോലായിരുന്നു, നല്ല മീറ്റിംഗ് ആയിരുന്നു. പിള്ളേർക്കും ഒരു രസമായിരുന്നു. ഇടയ്ക്ക് പിള്ളേരുടെ സൺഡേ സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു, യൂത്തുകളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാർട്ടുണ്ടായിരുന്നു. അപ്പം റിക്ഷ വിളിക്കുന്ന സമയം കൊണ്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് എടുത്ത. രാത്രിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയുണ്ടെങ്കിൽ നല്ല അടിപൊളി സീനായിരുന്നു കാണാൻ. ഈ മൊത്തം എല്ലാ മരങ്ങളിലും ഇങ്ങനെ ലൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പകൽ നമുക്ക് അന്ന് സൺഡേ ഞാൻ എടുത്തോണ്ട് അത്രയും ഇല്ലായിരുന്നു. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിനെ ഇവിടെയൊക്കെ കണ്ടില്ലേ, അതൊക്കെ ചെടിച്ചട്ടി തൂക്കിയിട്ടേക്കുക. ഇതാ അയ്യത്ത് കുറേ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ പോകാൻ വയ്യായിരുന്നു, അയ്യൊക്കെ അങ്ങ് വെട്ടിത്തിളങ്ങുമായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.